ഹായ് എവ്രി വൺ, ഇ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തോളമായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട്. ലാസ്റ്റ് വീഡിയോ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളും 2-3 എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്. അതിലൊന്നിൻ്റെ എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, വരും, പോകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ടു പ്രെഡിക്റ്റ് എ ഫ്യൂച്ചർ ഇവൻറ്റ്, അപ്പോൾ ഭാവിയിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഉദാഹരണങ്ങൾ അതുപോലെ ഒന്നുകൂടി പറയാം. എക്സാമ്പിൾ, ഇറ്റ് വിൽ റെയിൻ ടുമോറോ, അപ്പോൾ നാളെ മഴ പെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നാളെ വരും, പോകും, അങ്ങനെയൊക്കെ പറയാനായിട്ട്. രണ്ടാമത്തെ ഉപയോഗം, വിത്ത് ഐ ഓർ വി ടു എക്സ്പ്രസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ, പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഓർ വി, ഐൻ്റെയും വിയുടെയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ വിൽ പേ ദ ബിൽ. ഐ വിൽ പേ ദ ബിൽ, നമ്മൾ ഹോട്ടലിലൊക്കെ ബിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പറയുമല്ലോ, ഞാൻ പേ ചെയ്യാട്ടോ, ബില്ല് ഞാൻ കൊടുക്കൂട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. പെട്ടെന്ന് ആ സ്പോട്ടിൽ പറയുന്നതാണ് ഐ വിൽ പേ ദ ബിൽ, ബില്ല് ഞാൻ കൊടുക്കാട്ടോ, ക്യാഷ് ഞാൻ ചെയ്യാട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസാണ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തേത്, ടു എക്സ്പ്രസ് വില്ലിങ്നെസ്, സന്നദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ഞാൻ ചെയ്തോളാം കേട്ടോ, നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണത്. ഇവിടെ നമ്മൾ ഞാൻ ചെയ്യാട്ടോ, ക്ലീനിങ് ഞാൻ ചെയ്യാം, കുക്കിംഗ് ഞാൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഏറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സന്നദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു എക്സ്പ്രസ് വില്ലിങ്നെസ്. എക്സാമ്പിൾ, ഐ വിൽ ഡു ദ ക്ലീനിങ് അപ്പ്, ക്ലീനിങ് ഞാൻ ചെയ്യാട്ടോ. ഹീ വിൽ ക്യാരി യുവർ ബാഗ് ഫോർ യു, നിങ്ങളുടെ ബാഗ് അവൻ പിടിച്ചോളൂ കേട്ടോ. ഇങ്ങനെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തേത്, ഇൻ ദ നെഗറ്റീവ് ഫോം ടു എക്സ്പ്രസ് അൺവില്ലിങ്നെസ്, ഇഷ്ടക്കേടുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് ഫോമാണ് നോട്ട് യൂസ് ചെയ്തിട്ട്. ഹി വോണ്ട്, വിൽ നോട്ടാണ്, വോണ്ട് എന്നാണ് പറയുക. അപ്പോൾ അൺവില്ലിങ്നെസ് ആണ്, ഇവിടെ ഇഷ്ടക്കേട് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ വില്ലിങ്നെസ് ആണ്, ഇവിടെ അൺവില്ലിങ്നെസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഹി വോണ്ട് ഈറ്റ് ദി സൂപ്പ്, നീ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടോ, ഇതവൻ കഴിക്കൂലാട്ടോ, അപ്പോൾ അവനത് ഇഷ്ടമല്ല, അപ്പോൾ ഇത് കഴിക്കൂലാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ വോണ്ട് ലീവ് അൻറ്റിൽ ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കാണാതെ പോകില്ല കേട്ടോ, അപ്പം എനിക്ക് അവനെ കാണാതെ പോകാൻ ഇഷ്ടമല്ല, അതുപോലെ അവൻ ഈ സൂപ്പ് കഴിക്കൂല. ഇങ്ങനെയുള്ള ഇഷ്ടക്കേടുകൾ പറയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഇങ്ങനെയുള്ള സെൻറ്റൻസാണ് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ നോക്കാം. വിത്ത് ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഇൻ ദ ഇൻ്റർഗേറ്റീവ് ഫോം, ചോദ്യ രൂപത്തിലാണ്. യൂസിങ് ഷാൾ ടു മേക്ക് ആൻ ഓഫർ, ഷാൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. വില്ലിന് പകരം ഷാളാണ്. നമ്മൾ ഓഫർ ചെയ്യാണ് ഒരാൾക്ക്, ഞാൻ എന്ത് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എക്സാമ്പിൾ, ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ഈ ജനലൊന്ന് തുറന്നിരട്ടെ. ഷാൾ ഐ മേക്ക് എ കോഫി ഫോർ യു, ഒരു കോഫി ഉണ്ടാക്കി തരട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളോട് ഓഫർ ചെയ്തിട്ട് ചോദ്യം ചോദിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള ഒരു ഉപയോഗം. ആറാമത്തെ നോക്കാം. വിത്ത് വി എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ ഇൻട്രോഗേറ്റീവ് ഫോം, ഇവിടെയും ചോദ്യരൂപത്തിൽ തന്നെയാണ്. ഇൻട്രോഗേറ്റീവ് ഫോമാണ്. യൂസിങ് ഷോൾ ടു മേക്ക് എ സജഷൻ, അവരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഷാൾ വി ഗോ ഫോർ എ ട്രിപ്പ് ടുമോറോ, നാളെ നമുക്കൊരു ട്രിപ്പ് പോയാലോ, നമുക്കൊരു സിനിമക്ക് പോയാലോ. അപ്പോൾ എന്താണ് കൂടെയുള്ളവരുടെ അഭിപ്രായം, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഏഴാമത്തെ നോക്കാം. വിത്ത് ഐ എന്ന സബ്ജക്റ്റാണ്. ഇൻ ദ ഇൻട്രോഗേറ്റീവ് ഫോം, ഇവിടെയും ചോദ്യമാണ്. യൂസിങ് ഷോൾ ടു ആസ്ക് ഫോർ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ, ഉപദേശമോ നിർദ്ദേശമോ ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞ് തരാൻ വേണ്ടി ചോദിക്കുകയാണ്. എക്സാമ്പിൾ, വാട്ട് ഷാൾ ഐ ടെൽ മൈ ഫാദർ അബൌട്ട് ദിസ് മണി, ഈ പൈസയെക്കുറിച്ച്, ഈ ക്യാഷിനെ കുറിച്ച് ഞാൻ എന്താ അച്ഛനോട് പറയണ്ടേ. അപ്പം നമുക്ക് കൂടെയുള്ളവരുടെ അഭിപ്രായം കിട്ടണം, എന്നിട്ട് നമുക്ക് അവിടെ കാര്യം അവതരിപ്പിക്കാനുണ്ട്. അതുപോലെ അമ്മയോട് ഞാൻ എന്താണെങ്കിലും പറയാം, നേരം വൈകിയാൽ എന്താ ചോദിച്ചാൽ എന്താ പറയുക എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. ഇങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് മറ്റൊരു ഉപയോഗം, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഉപയോഗം. എട്ടാമത്തെ, വിത്ത് യു എന്ന സബ്ജക്റ്റാണ്.
ടു ഗീവ് ഓർഡേഴ്സ്, കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരാളെ കൊണ്ട് ഇന്നത് ചെയ്യിക്കണം നമുക്ക്. എക്സാമ്പിൾ, യു വിൽ ഡു എക്സാക്ട്ലി ആസ് ഐ സേ, ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യും. അപ്പോൾ നമ്മൾ ഷാർപ്പായിട്ടൊക്കെ പറയുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ മടിയുള്ളവരോടൊക്കെ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഉപയോഗം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കാം. വിത്ത് യു ഇൻ ദ ഇൻട്രോഗേറ്റീവ് ഫോം ടു ഗീവ് ആൻ ഇൻവിറ്റേഷൻ, ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ്, ചോദ്യരൂപത്തിലാണ്. എക്സാമ്പിൾസ് നോക്കാം. വിൽ യു മാരി മീ, അപ്പം എന്നെ വിവാഹം ചെയ്യാമോ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വിൽ യു കം ടു ദ പാർട്ടി വിത്ത് മീ, എൻ്റെ കൂടെ വരാമോ, പാർട്ടിയിൽ പങ്കെടുക്കാൻ വരാമോ. അപ്പോൾ നമ്മളവിടെ അവരെ ക്ഷണിക്കുകയാണ്. ക്വസ്റ്റ്യനാണ്, പക്ഷേ ആ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അവരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിലെ എല്ലാ ഉപയോഗങ്ങളും അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസായിട്ട് വരാം. ബൈ.